ഒന്നൊന്നര മഴ രാവിലെ തൊട്ട് തുടങ്ങിയതാണ്. ഇപ്പോൾ ഉച്ചയാകുമ്പോഴത്തേക്ക് ഉച്ചഭക്ഷണം കഴിക്കണമല്ലോ. ഞാൻ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നതാണ് ഈ ഒരു റൈസ്. ആദ്യം ഗീ റൈസ് ഉണ്ടാക്കി, നെയ്ച്ചോറ് പോലെ ഉണ്ടാക്കൂലേ, അങ്ങനെ ഉണ്ടാക്കിയിട്ട് എനിക്ക് കഴിക്കാനായിട്ട് ഞാൻ കുറച്ച് വെജിറ്റബിൾസും കൂടെ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തൊന്നെടുത്തു. അതാണ് ഈ ചെയ്തിരിക്കുന്നത്. ഇപ്പം വീട്ടിൽ കഴിക്കുന്നവർക്ക് ബീഫ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എനിക്ക് വേണ്ടിയാണ് ഇങ്ങനെ പ്രിപ്പയർ ചെയ്തത് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്നറിയാമോ? ഇതിനകത്ത് ബീൻസ്, ഗ്രീൻ പീസ്, പനീർ, ചീസുണ്ട്, പിന്നെ നെയ്യിലാണിത് പ്രിപ്പയർ ചെയ്തത്. സവാളയുണ്ട്, തക്കാളിയുണ്ട്, ഗാർലിക്കുണ്ട്. ഇതിൻ്റെയൊക്കെ നല്ലൊരു ഫ്ലേവർ, നല്ല സൂത്തിങ് ആയിട്ട് നല്ല കംഫർട്ടിങ് ആയിട്ടുള്ളൊരു ഫുഡാണ്. എനിക്കിങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നോർമലി നമ്മൾ റൈസും കറിയും കഴിക്കാൻ ചിലപ്പോൾ താല്പര്യം തോന്നും, അല്ലാത്തപ്പോഴൊക്കെ എനിക്കിങ്ങനെ കഴിക്കാനാണ് കൂടുതലും ഇഷ്ടം. അപ്പോൾ ഇത് നല്ല രീതിക്ക് ഇങ്ങനെ ആസ്വദിച്ചിരുന്ന മഴ സമയത്തൊക്കെ നമ്മൾ ചൂടൊക്കെ ആയിരിക്കുമ്പോഴത്തേക്കും വിയർക്കുകയൊക്കെ ചെയ്ത് വെപ്രാളം പിടിച്ചിരുന്ന് കഴിക്കുമ്പോഴേക്ക് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ മഴയാകുമ്പോഴത്തേക്കും നമുക്ക് നല്ല റിലാക്സ്ഡായിട്ട് പിന്നെ നല്ല രീതിയിൽ ഫുഡ് ആസ്വദിച്ച് കഴിക്കാൻ പറ്റും. അതിൻ്റെ കൂടെ ഞാനൊരു ഉപ്പിലിട്ട നെല്ലിക്കയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചെറിയൊരു പുളിപ്പിൻ്റെതും ആ ഒരു ടേസ്റ്റൊക്കെ നമുക്ക് കിട്ടൂലേ കഴിക്കുമ്പോൾ. അതിനുവേണ്ടി ഉപ്പിലിട്ടും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ കാന്താരി മുളകും ഉപ്പും ചേർത്ത് ഉപ്പിലിട്ടതാണ്. അപ്പം നല്ല ടേസ്റ്റായിരുന്നു ആ നെല്ലിക്ക കഴിച്ചപ്പോഴത്തേക്കും. ഭയങ്കര ഫ്ലേവറായിരുന്നു. ഇപ്പം നാവിൽ വെള്ളം ഓർമ്മ ഇത് പറഞ്ഞപ്പോഴത്തേക്കും. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ആഹാരം. ഇതുപോലെ നിങ്ങൾക്ക് വെച്ചുണ്ടാക്കി കഴിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതൊക്കെയാണ് എന്താ പറയുക, ഹെവൻലി എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചതിന് ശേഷം എന്തെങ്കിലും സ്വീറ്റായിട്ട് കഴിക്കും. അങ്ങനെ ആപ്പിൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സാലഡ് കുക്കുംബറും ഉണ്ടായിരുന്നു. അത് രാവിലെ കട്ട് ചെയ്ത് വെച്ചിരുന്നതാണ് കേട്ടോ. അതും കൂടി എടുത്ത് കഴിച്ചു. ലഞ്ച് തീർത്തു.